നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ഇതിനകം 26,68,082 പേരാണ് ഇതിനകം കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത്. 2 ഡോസും എടുത്തവരും 1 ഡോസ് എടുത്തവരും ഉൾപ്പെടുന്ന കണക്കാണിതെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് പറഞ്ഞു. എന്നാൽ നിശ്ചിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബൂസ്റ്റർ ഡോസ് സെപ്റ്റംബറിൽ നൽകി തുടങ്ങും. പ്രായം കൂടിയവർ, അവയവം മാറ്റിവെച്ചവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, കീമോതെറാപ്പി ചെയ്യുന്ന അർബുദ രോഗികൾ തുടങ്ങിയവരാണ് ഈ വിഭാഗത്തിലുള്ളത്. ഫൈസർ വാക്സിൻ 3ാം ഡോസാണ് ഇവർക്ക് നൽകുക. നേരത്തെ ഫൈസർ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ബൂസ്റ്റർ ഡോസ് ലഭ്യമാകും. അതേസമയം കുവൈറ്റിലേക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർക്കും നേരിട്ടുള്ള പ്രവേശനം അനുവദിക്കുവാൻ ആലോചിക്കുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. നേരിട്ടുള്ള പ്രവേശന വിലക്ക് തുടരുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നതിന് നീക്കങ്ങൾ ആരംഭിച്ചതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയായവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നതിനാണ് സർക്കാർ നീക്കം. നിലവിൽ വിദേശികളുടെ പ്രവേശന വിലക്ക് കുവൈറ്റ് പിൻവലിച്ചുവെങ്കിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളവയുടെ പട്ടികയിൽ തുടരുകയാണ്. എന്നാൽ നേരിട്ട് പ്രവേശിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് വിദേശികളാണ് സർക്കാരിന്റെ അനുകൂല തീരുമാനത്തിനായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.